പ്രേക്ഷകർക്കും 2025 പുതുവത്സരാശംസകൾ രേഖപ്പെടുത്തുകയാണ്. നമ്മളിപ്പോൾ ജനുവരി മാസം സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് ജനങ്ങൾക്ക് അറിവ് പകരുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങളെല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ മഹാനായ കലാകാരൻ ഈയിടെ അന്തരിച്ച ശ്രീ NT വാസുദേവൻ നായർ സാർ. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകിച്ച് ഒരു മുഖവുരയുടെ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു സാഹിത്യകാരനും കലാരംഗത്ത് വളരെ സജീവമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീമാൻ സജിത്ത് ചിറ്റാറ്റൻകര എന്ന ആർട്ടിസ്റ്റാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 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 അപ്പോ നമ്മുടെ വിഷയം എന്തായാലും അറിയാമോ? ശ്രീമാൻ NT വാസുദേവൻ നായർ സാർ, അദ്ദേഹത്തെ കുറിച്ചാണ്. അദ്ദേഹം ഈയിടെ അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം എന്താണ്? താങ്കൾക്ക് എന്തായാലും ഒരു അഭിപ്രായം ഉണ്ടാവും. അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം പഠിച്ചെടുത്തോളം എന്താണ് താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായം? NT വാസുദേവൻ നായർ സാർ, അദ്ദേഹത്തിന്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരിക്കലും നികത്താനാവാത്തൊരു വലിയ നഷ്ടം തന്നെയാണ്. അതെ. കാരണം മനുഷ്യരാണ്, പ്രപഞ്ച സത്യമാണ്, മനുഷ്യ ആയുസ്സുണ്ട്, പല കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നിടത്തോളം കാലം ശരിക്കും പറഞ്ഞാൽ ഒരു 20 വയസ്സ് പോലെ തുടങ്ങിയ ഒരു സാഹിത്യ സദവിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം സിനിമയിലൂടെയും മലയാള സിനിമയെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തീർക്കുന്ന നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും നല്ല സിനിമകൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് അത് ഇന്ന് സാഹിത്യത്തെ രുചിക്കുന്നവർക്ക് മാത്രമല്ല നല്ല സിനിമാ പ്രേമികളുടെ മനസ്സിൽ പോലും സ്ഥാനം നേടിയ ഒരു വലിയ മഹത്വം. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു സ്ഥാനമുണ്ട്, അത് ഉറപ്പാണ്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഏത് ജില്ലയിലാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലാണെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, അതാണ് എല്ലാവർക്കും, പലർക്കും ഇപ്പോഴും, എല്ലാവർക്കും അല്ല, ഒരുപാട് പേർക്ക് അറിയാം. പക്ഷെ എങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് കോഴിക്കോട് സിത്താര വീട്, പിന്നെ കോഴിക്കോട് ശ്മശാനം, അദ്ദേഹം വർഷക്കാരുടെ കോഴിക്കോടാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം ശരിക്കും ജനിച്ചത് 1933 ഡിസംബർ 15-ലാണ്. അത് ജൂലൈ 15-ലാണ്. 1933 ജൂലൈ 15-ന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം കോഴിക്കോട് പോയി സെറ്റിൽ ആവുകയാണ്. അതെ. ആ ഒരു 10-12 വർഷത്തോളമാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം മയ്യഴിയുടെ തീരങ്ങളിലെത്തി. അതാണ് അദ്ദേഹത്തിന്റെ ഈ പല പശ്ചാത്തലങ്ങളിലും ഈ സാഹിത്യ രചനയിലൊക്കെ തന്നെ നിള എന്ന് പറയുന്നത് ഭാരതപ്പുഴ. അതെ. അപ്പൊ ആ ഭാരതപ്പുഴയെ കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ജനിച്ച് വളർന്ന ആ മണ്ണ്, ആ ഗ്രാമത്തിലെ ഓരോ മുക്കുമൂലയും വ്യക്തികൾ പോലും കഥാപാത്രങ്ങളായി വരുന്ന രീതിയിൽ അവയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള രചനകളാണ് അദ്ദേഹം കൂടുതൽ. ഈ NT സാറിനെ കുറിച്ച് പറയുമ്പോൾ സിനിമാ മേഖലയിലാണല്ലേ അദ്ദേഹം ഏറ്റവും കൂടുതൽ പോപ്പുലർ എന്ന് വെച്ചാൽ സാധാരണക്കാരന്റെ ഉള്ളിൽ ബാക്കി ലോകമൊട്ടാകെയുള്ള മലയാളികളുടെ മനസ്സിലും വിവിധ രാജ്യക്കാര് ഇതിന്റെ വിവർത്തനം ചെയ്യുന്ന കൃതികൾ വായിച്ചവരുടെ ഉള്ളിലെല്ലാം ഇദ്ദേഹം പകരം വയ്ക്കാനില്ലാത്ത ഒരു പത്രമാറ്റി തന്നെ തങ്കമുള്ള ഒരു സാഹിത്യകാരനാണ്. സാഹിത്യകാരനാണ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, ഇപ്പൊ സജിത്ത് എന്ന് പറയുന്ന ഈ ഒരു കലാകാരൻ, താങ്കളുടെ കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സിനിമാ ജീവിതം അതെങ്ങനെയാണ് വ്യത്യസ്തമാണ്? അതെ, മറ്റുള്ളവരിൽ നിന്ന് എന്താണ് അദ്ദേഹത്തിന് വരുന്ന ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യം. അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോട് കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേ സിനിമാക്കാരുമുണ്ട്, എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഒരു വ്യത്യസ്തത. അതെന്താണ് താങ്കളുടെ കാര്യം? അതായത് ഇപ്പൊ നമ്മള് മലയാള സിനിമയിൽ ഇപ്പൊ ഇത്തരത്തോളം ഒരു 80-85 വർഷത്തോളം ആവുന്ന മലയാള സിനിമ, ഈ മലയാള സിനിമയിൽ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ ഒരുപാട് നോവലുകളും ഒരുപാട് സാഹിത്യ പുസ്തകങ്ങള്, കഥകളെ സിനിമയാക്കിയിട്ടുണ്ട്, നാടകം സിനിമയാക്കിയിട്ടുണ്ട്. നമ്മുടെ പരമ സാറും പത്മനാഭൻ സാറും ഒക്കെ, പത്മനാഭൻ സാറിന്റെ ഒക്കെ ലോകോത്തര ചിത്രങ്ങളുണ്ട്. അവയെല്ലാം മികച്ചവ തന്നെയാണ്. പക്ഷെ ഈ MT എന്ന വ്യത്യസ്തരാക്കുന്നത് അദ്ദേഹം കൂടുതലും പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലുമുള്ള കഥാപാത്രങ്ങളെ അവയെ അതുപോലെ പകർത്താതെ അതിനെ ഏറ്റവും മികച്ച സൃഷ്ടിയാക്കി അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ അതിനെ അവതരിപ്പിക്കുകയും അത് ഈ ബഹുഭൂരിപക്ഷമുള്ള ജനങ്ങൾ ആ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ പാത്രങ്ങൾ അങ്ങനെ ആയിരുന്നു
എന്ന് വിശ്വസിക്കുന്ന രീതിയിൽ അതിന് എനിക്ക് ചിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എംപിയുടെ വിജയം. അതെ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആണെങ്കിൽ നമ്മൾ ഈ വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ഇറങ്ങിയ ഒരു ഫിലിമാണ്. അപ്പൊ 89. അതെ അതെ. അപ്പൊ നമ്മൾ ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഫിലിം ഇറങ്ങുന്നത് വഴി ഈ ഒരു ചന്തു എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞ ഒരു ചതിയൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ അല്ല സിനിമയിൽ. പക്ഷെ ആ സിനിമ കണ്ടതിന് ശേഷം ചതിയൻ ചന്തു എന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ വെറുക്കുന്ന ഒരു സാധനം അത്രത്തോളം ശക്തമായി ഉള്ള ഒരു തിരക്കഥയായിരിക്കും എന്റെ പിന്നിൽ. അതെ അതെ അതെ. അദ്ദേഹത്തിന് മാത്രമുള്ള കഴിവ്. അതെ അതെ. ചതിയൻ ചന്തുവിനെ, വടക്കംപാട്ടിലെ ചതിയൻ ചന്തുവിനെ പ്രേക്ഷക ഹൃദയങ്ങളിൽ അവരുടെ ജീവനാക്കി മാറ്റിയ ഒരു വലിയ പങ്ക് ശ്രീ MD സാറിന്റെ രചനയിൽ. ഒരു പക്ഷേയാണെങ്കിൽ എന്റെ ഒരു ബലമായ സംശയം എന്ന് പറഞ്ഞാൽ ചന്തു എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴും വടക്കൻ വീരഗാഥയിൽ ശ്രീമാൻ മമ്മൂക്ക അഭിനയിച്ച അത് തന്നെയാണ് യഥാർത്ഥ ചന്തു. അത്രത്തോളം ശക്തമായി. അതെ, ചന്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ അത് തന്നെയാണ് തെളിയുന്നത്. അത് തന്നെയാണ് ആ ചന്തുവിനോടുള്ള ഒരു ചന്തുവിന്റെ നിരാശ, ദൈന്യത, നഷ്ടബോധം, ഇതെല്ലാം പ്രേക്ഷക ഹൃദയത്തിൽ എത്തി. കാരണം ആ രീതിയിലാണ് ആ കഥാപാത്രത്തെ ശ്രീ MD സാർ അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തളികയിൽ ഇതാണ് ചതിയൻ ചന്തു എന്ന് പറഞ്ഞ് വച്ചു തരികയാണ്. അപ്പൊ എനിക്ക് ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു വിയോഗം, അദ്ദേഹത്തിന്റെ ആ ഒരു വിട പറഞ്ഞു പോയിപ്പോ നമ്മളെല്ലാം വലിയ ദുഃഖത്തിലാണ്, പ്രത്യേകിച്ചും കലാകാരന്മാരും സാഹിത്യകാരന്മാരും എല്ലാം തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു കലാകാരൻ ഇനി ചിലപ്പോൾ ഒരുപക്ഷെ മലയാളത്തിൽ ഉണ്ടാകുമോ? താങ്കളുടെ ഒരു കാഴ്ചപ്പാട്. മലയാളത്തില് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളല്ല. പക്ഷെ എങ്കിലും ഇപ്പൊ തന്നെ നമുക്ക് നിരവധി പ്രതിഭകളുണ്ട്. മലയാളികളെ സംബന്ധിച്ച് പ്രതിഭ ധാരാളിത്തമാണ്, ഇതുപോലെ പ്രതിഭകളുണ്ട്. പക്ഷെ എങ്കിലും MD പോലെ ഇതുപോലെ ഇത്രയും ഇപ്പം 10-70ഓളം സിനിമകൾക്ക് 70 സിനിമകൾക്ക് തിരക്കഥ ഒരുക്കുകയും 6 സിനിമകൾ സംവിധാനം ചെയ്യുകയും കൂടി ചെയ്തു. ആരാണ്? ഈ സാഹിത്യത്തിന്റെ ഔന്നത്യങ്ങൾ യഥേഷ്ടം വികരിച്ചുകൊണ്ടിരിക്കുന്ന MD വാസുദേവൻ നായർ എന്ന വ്യക്തി. നമ്മൾ കേട്ടിട്ടുള്ള അദ്ദേഹം പലപ്പോഴും ഒരു വളരെ ഗൗരവം പിടിച്ച ഒരു വ്യക്തിത്വം. അങ്ങനെ എന്തോ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഈയിടയ്ക്ക് അല്ല, ഈയിടയ്ക്ക് ഗൗരവമല്ല, അത് അദ്ദേഹത്തിന്റെ ഗൗരവമല്ല, അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറാണ്. അല്ല, അത് സ്വമേവ അദ്ദേഹം അങ്ങനെ തന്നെയാണ് നമ്മൾ കാണപ്പെട്ടിട്ടുള്ളത്. അറിയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. വളരെ മിതഭാഷിയാണ്. അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുകയും ആ കാര്യങ്ങളെ ആ ഗൗരവത്തോടെ കാണുന്ന വ്യക്തിയുമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഓരോ മൂളലിൽ പോലും അർത്ഥങ്ങൾ പലതാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ നോക്കി അറിയാം, ചില കഥാപാത്രങ്ങൾ വാദോരാതെ സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ കുറവാണ്. ആ കഥാപാത്രത്തിന്റെ ഏറ്റവും ഇമോഷൻസ് ആയ രംഗങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കഥാപാത്രത്തിന്റെ നോട്ടമോ ഒരു മൂളലോ മാത്രം മതി അതിന്റെ അർത്ഥം മാറ്റി അത് വേറൊരു തലത്തിലേക്ക് പ്രേക്ഷക ഹൃദയത്തിൽ എത്തിക്കാൻ എത്രത്തോളം കഴിവുള്ള അത്രത്തോളം അത് ശരി. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നൈസർഗികമായ ഈ ഭാവം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അലിഞ്ഞേറുന്ന ഒരു സ്വഭാവത്തിന്റെ ഒരു വിശേഷം തന്നെയാണ് അത്. എന്നാലും ആരെയും കൂസാത്ത ഒരു ഭാവവും തലകൾക്ക് നിൽക്കാൻ സാഹിത്യകാരനും. അതെ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ദേശീയ പുരസ്കാരം അതെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ എത്രയോ 1995 രാജ്യത്തെ പരമോന്നതമായ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠം അദ്ദേഹത്തിന് കിട്ടി. പിന്നെ 2002-2005 തോന്നുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ ഈ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. പിന്നെ JC ഡാനിയൽ പുരസ്കാരം JC ഡാനിയൽ സമഗ്ര സംഭാവന. അതെ അതെ, 2013 ഇത്രത്തോളം അല്ലേ? അല്ല, 2013 നമ്മുടെ ഈ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അതുപോലെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വിലപ്പെട്ട പുരസ്കാരം, ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് അത്. JC ഡാനിയൽ അവാർഡ് അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു പലരും ആഗ്രഹിക്കുന്ന സമയത്ത് ഈ അവാർഡ് തേടി എത്തുകയാണ്. അതെ, പിന്നെ അത് മാത്രമല്ല, എന്നെക്കാട്ടി ഏറ്റവും വലിയൊരു കാര്യം ഇത് കിട്ടി ഒരു 10 വർഷത്തോട് അടുക്കുമ്പോൾ തന്നെ 2022-23 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ സാഹിത്യത്തിലുള്ള ഏറ്റവും മികച്ച പുരസ്കാരം, ഏറ്റവും വലിയ പുരസ്കാരമാണ് കേരള ജ്യോതി. കേരള ജ്യോതി പുരസ്കാരവും ശ്രീ MD സാർ. അത് ഏത് വർഷമായിരുന്നു? 2022. അപ്പൊ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾക്ക് ഒരു കുറവ്. അത് മാത്രമല്ല, അല്ലാതെ വയലാർ അവാർഡ് അങ്ങനെ തുടങ്ങി നിരവധി തീരാത്ത പുരസ്കാരം. പിന്നെ നേരത്തെ ശ്രീചന്ദ്രൻ അദ്ദേഹം ചോദിച്ചൊരു കാര്യം മറുപടി പറഞ്ഞില്ല. അതായത് അദ്ദേഹം ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ മിതഭാഷ. ആ മിതഭാഷയായത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ മൂളലിന് പോലും അർത്ഥങ്ങൾ പറഞ്ഞതാണ്. അദ്ദേഹം ഒന്നും വാദനം സംസാരിക്കുന്ന ആളല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഈ അവന്റെ എളിയവനാണ്, അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടോ എന്നറിയില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഒരു എളിയ സാഹിത്യകാരൻ നിലയിൽ ഞാൻ മനസ്സിലാക്കിയ MD സാർ എന്ന് പറഞ്ഞത്, MD സാറ് ഈ ജാട കാണിക്കുന്നു, അഹങ്കാരം കൊണ്ടുമല്ല അദ്ദേഹം മിതഭാഷയായിട്ട് അഭിനയിക്കുന്നതല്ല. അത് അദ്ദേഹത്തിന് നാച്ചുറാണ്.
അദ്ദേഹത്തിന് ലോകം ഈ എഴുത്തുകാരനാണ് ഇത്രയേറെ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും മനുഷ്യ മനസ്സുകളിലേക്കും മനുഷ്യ സമൂഹത്തിലേക്കും ഒക്കെ അദ്ദേഹം ഇറങ്ങി സഞ്ചരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ പായുകയാണല്ലോ. അങ്ങനെയാണല്ലോ ഓരോ സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യൻ ഇതെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തിന് പിന്നെ ജാട കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവം തീർച്ചയായും നല്ല രസമാണ്. കാരണം അത് നമ്മുടെ പൊതുസമൂഹവും ചാനലുകളൊക്കെ ഒരാഴ്ചയോളം അനക്കിയിരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയനുമായിട്ടുള്ള ഒരു കോംബോ ഒരു പ്രശ്നമാണ്. അവർ ഒരുമിച്ച് കോഴിക്കോട് പങ്കെടുത്ത സ്റ്റേജിൽ എം പി എത്തുകയും എം പി ഒരു സെന്റൻസ് പറഞ്ഞു. അതാണ് തോന്നുന്നുണ്ടായത്. ആ സെന്റൻസ് സഖാവ് പിണറായിയോ പാർട്ടിയോ വേറെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. പക്ഷെ അത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പക്ഷെ ആ പറഞ്ഞ സെന്റൻസിൽ നിന്നും ഇന്നത്തെ പാർട്ടി CPM പാർട്ടിയുടെ ഒരു മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് യഥാർത്ഥ പാർട്ടിക്കാരൻ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇല്ലേ? പാർട്ടിക്കാരുകൾ പറയുന്നു ഇത് ഇത്രയും ഏകാധിപതിയായപ്പോഴും മുഖ്യമന്ത്രിയാണെന്നൊക്കെ ചോദിച്ചു പല ഇഷ്യൂ നടക്കുകയാണ്. അപ്പോ ഈ പാർട്ടി ഒരു കാലത്ത് സാധാരണക്കാരനെ ബോധവൽക്കരണം നടത്തി മനുഷ്യനായി തിരിച്ചു കൊണ്ടുവന്ന ഒരു ശക്തിയായിരുന്നു പാർട്ടി. അതിപ്പോ ഒരു വ്യക്തികൾ അല്ലേ, വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടിയായിട്ട് മാറുമ്പോൾ ഉള്ള ഒരു വിഷമമുണ്ടല്ലോ. അത് സാധാരണക്കാർക്കുണ്ടാകും പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതെ അതെ. എനിക്ക് തോന്നുന്നു ശ്രീ MP അദ്ദേഹത്തിനും ആ വിഷമം വളരെ കാതലായിട്ട് തന്നെ ഉണ്ട്. ആ ഉള്ളത് കൊണ്ട് അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഉപദേശ രൂപേണ അദ്ദേഹം എടുത്തു പറഞ്ഞില്ലേ പോലും ഒരു സെന്റൻസ് പറഞ്ഞിട്ട് പോയി. അതിന് പാർട്ടിക്കാർ തങ്ങളെ അനുകൂലിച്ചാണെന്ന് പറയുന്നു. അത് കേട്ടവർക്ക് സമൂഹത്തിന് മൊത്തം മനസ്സിലായി അത് പാർട്ടിക്കാരെ നന്നാവാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. പല സാഹിത്യകാരന്മാരും ഒക്കെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പലരും ഈ സർക്കാരിന്റെ സിമ്പതി ഒക്കെ പിടിച്ചു പറ്റി പല പ്രവർത്തികളിലൂടെ പല പൊസിഷനിൽ അല്ല നേടിയെടുക്കുന്ന ഒരു സംവിധാനം. പക്ഷെ MT സാറിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സംഭവം ഇല്ല. അല്ല, അദ്ദേഹം സർക്കാരിന്റെ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ അവാർഡ് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുരസ്കാരത്തിന് അർഹത നേടാൻ വേണ്ടി കേന്ദ്രത്തിന് അയക്കാൻ വേണ്ടിയോ പറയാൻ നമ്മളല്ല. അദ്ദേഹം നമ്മുടെ തുഞ്ചൻ സ്മാരക ഇതിന്റെ ഗവേഷണ സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരുന്നു. അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു. ഈ രണ്ട് പദവികളാണ് സർക്കാരിൽ അദ്ദേഹം വഹിച്ചതായിട്ട് കാണാൻ പറ്റുന്നത്. ചലച്ചിത്ര അക്കാദമി അല്ല, പൊതുവെ അദ്ദേഹം അങ്ങനെ ആരെയും കാലുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതിനു വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി എങ്ങനെ നടക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ സൃഷ്ടി വേറെ മേഖലയാണെന്നും അദ്ദേഹം അതിനുവേണ്ടി സമയം കളണമെന്നുള്ള അദ്ദേഹത്തിന് നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോ ഈ മനുഷ്യന്റെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കഥാപാത്രങ്ങൾ സിനിമാ ഫീൽഡിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കഥകളൊക്കെ തന്നെ വളരെ ഹൃദയസ്പർശിയാണ്. എനിക്ക് തോന്നുന്നു രണ്ടാം മൂലം അല്ലേ, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഫേമസ് എഴുത്തായിട്ടുള്ള ഏറ്റവും രണ്ടാം മൂലത്തിനാണ് ഒരുപാട് അവാർഡ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. നല്ല പ്രമേയമാണ് അതിനകത്ത് ചർച്ച ചെയ്തത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ശ്രീമാൻ സൈജിറ്റാറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു വളരെ പ്രമുഖമായിട്ടുള്ള എന്തെങ്കിലും ഒരു മനസ്സിൽ തങ്ങി കാണുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് വാചകങ്ങളുണ്ട്. ഒരുപാട് പുസ്തകങ്ങളിൽ ഒരുപാട് അതെ, അതിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങളും സംസാരിച്ച ഭാഷയും അദ്ദേഹം പറയാനുള്ള അദ്ദേഹത്തിന്റെ നാമം തന്നെയായിരുന്നു ഓരോ കഥാപാത്രങ്ങളുടെ വെളി വന്നിരുന്നത്. എനിക്ക് പെട്ടെന്ന് ഈ അദ്ദേഹത്തിന്റെ വേർപാടിൽ ബുധനാഴ്ച ഉണ്ടായി. ഈ ആഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായപ്പോ സമയത്ത് ക്രിസ്മസിന് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പോയപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അദ്ദേഹം എഴുതിയ കാലം എന്ന നോവലിന്റെ ഒരു അവസാന ഭാഗമാണ്. കാരണം കാലം എന്ന നോവൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട നോവലാണ്. അതിന്റെ അവസാനം ആ നോവൽ അവസാനിക്കുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുകയാണ്. കാരണം യാത്ര ആരംഭിച്ചെങ്കിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ തിരിച്ചു വരാൻ വേണ്ടിയുള്ള യാത്ര ഞാൻ ആരംഭിക്കുകയാണെന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ തീർത്തും ഞാനെന്നല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നല്ല മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ലോകമെമ്പാടുമുള്ള വായനക്കാരും ചലച്ചിത്ര പ്രേമികളും എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. അദ്ദേഹത്തിന്റെ യാത്ര ഇത്രയും വയസ്സായിട്ടുള്ള യാത്രയാണ് എങ്കിൽ പോലും അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിലും ശ്രീ MP അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടിയുള്ള യാത്രയാവട്ടെ ഈ യാത്ര എന്ന് ചിന്തിക്കാനാണ് താല്പര്യം. അതുതന്നെയാണ് ഇപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം തിരിച്ചു വരാനുള്ള യാത്രയായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു കാര്യമല്ല.
എങ്കിൽ തന്നെയും ഇതുപോലെ നല്ല നല്ല സാഹിത്യകാരന്മാർ മലയാളത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നല്ല സാഹിത്യ സൃഷ്ടികൾ, കലാസൃഷ്ടികൾ വരട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും എം ഡി സാറിന്റെ നഷ്ടം നമുക്ക് നികത്താൻ കഴിയാത്തതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രണാമം അർപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് തീർച്ചയായിട്ടും ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ചാനലുണ്ട്. CK വിഷനും ഒരു ചെറിയ ഓൺലൈൻ ചാനലാണ്. പക്ഷേ ഇതുവരെ ഒരു ഓൺലൈൻ ചാനലിലും ഇങ്ങനെ ഒരു MD യെ കുറിച്ചുള്ള ഒരു പരാമർശം വലുതായിട്ട് ഇല്ല. വലിയ വലിയ ചാനലുകളൊക്കെ അത് ഇഷ്ടംപോലെ അല്ല, നമ്മുടെ പ്രമുഖ TV ചാനലുകളെല്ലാം ദിവസങ്ങളോളം വ്യാപകൽ അത് തന്നെയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഓൺലൈൻ ചാനൽ. അപ്പൊ ഇത്രയും ഓൺലൈൻ ചാനൽ വ്യത്യസ്തമായിട്ടാണ് CK വിഷൻ ഇങ്ങനെ ഒരു ഇത് MD യെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള അത് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് തന്നെ അദ്ദേഹം ഒരു മഹാനായ കലാകാരനാണ്. നമ്മളെല്ലാവരും കലാകാരന്മാരാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ ചെയ്യണമെന്ന് ജനുവരി ആ ഒരു ഫസ്റ്റിൽ ചെയ്യുന്ന പ്രോഗ്രാം ഇത് തന്നെ ആയിരിക്കണമെന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്തത്. ഇപ്പൊ MD സാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്ത് സാറിനെ സംബന്ധിക്കുന്ന കുറച്ച് നമുക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ചാനലുമായി പങ്കുവച്ച കലാകാരൻ ശ്രീ സജിത് ചിറ്റാറ്റിങ്കരയ്ക്ക് 1000 നന്ദി ഈ അവസരത്തിൽ എന്റെ ആ ഒരു ചാനലിന്റെ പേരിലും എന്റെ പേരിലും ഒക്കെ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഇത്രയും ലോകപ്രസിദ്ധ അദ്ദേഹത്തെ കുറിച്ച് എന്റെ ഭാഗം സംസാരിക്കാൻ വലിയ ഒരു കലാസാഹിത്യകാരനായിട്ടുള്ള എനിക്ക് ഇവിടെ അവസരം തന്ന CK വിഷന് എന്റെ നമ്മുടെ ചാനൽ ഡയറക്ടർ കൂടിയായ ശ്രീ ചന്ദ്രകരമ അദ്ദേഹത്തിനും എന്റെ പ്രത്യേക നന്ദി പ്രേക്ഷകർക്കും അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.